ഉദ്ദേശിച്ചൊന്നുമില്ല. സാറ് ഒരു ലെറ്ററുമായിട്ട് എന്നെ കത്തി നിൽക്കുക. ലവ് ലെറ്ററേ. ആണോടോ? എന്താ തന്റെ ധൈര്യം? അല്ല, തനിക്ക് നാട്ടിൽ നിന്ന് പോണ്ടേ? അയ്യോ, ഇതിലെന്താ നോക്ക്. കബനി, കൂടെ വന്നവൾക്ക് നമ്മൾ കൊടുത്തു. ഇയാളും വാങ്ങിക്കൊണ്ടേ പോകുന്ന എനിക്ക് തോന്നുന്നേ. ഞാൻ ആൾക്കാരെ വിളിക്കട്ടെ? ഷട്ട് അപ്പ്. വിളിച്ച ആളുകൾ വരാനുണ്ട് എന്തോ ആവാന്ന. എനിക്കൊരു ലവ് ലെറ്റർ തരേണ്ട കാര്യമൊന്നുമില്ല. രണ്ടുപേരും സിറ്റിയിലെ കോളേജിൽ ചേരാൻ നടക്കല്ലേ. MLA ഓഫർ ചെയ്ത കോളേജില്ലേ, ഇതവിടുത്തെ ആപ്ലിക്കേഷനാ. നിങ്ങൾ അത്രയും പോയി ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതി. ഇത് വെച്ചോ. എനിക്ക് ഗ്രാമം ഇഷ്ടോ ഗ്രാമവാസികളെ ഇഷ്ടോ, മനസ്സിലായോ? പക്ഷെ ഒരാളെ ചീത്ത പറയും മുമ്പ് കാര്യം എന്താണെന്ന് അറിയണം കേട്ടോ. സോറി. ഉപകാരം ചെയ്യാണെങ്കിൽ അത് നേരത്തെ പറയണം. കവറും പിടിച്ച് മിണ്ടാതെ നിന്നാൽ എങ്ങനെയാ? വാടി. സാന്ദ്ര, നീ കണ്ടോന്ന് പറയുന്നത് സത്യമാണോ? ഞാനെന്തിന് കള്ളം പറയണം? അവർ തമ്മിൽ മീറ്റ് ചെയ്തു. ഋഷി എന്തോ അവൾക്ക് കൊടുക്കുകയും ചെയ്തു. സംതിങ് ലൈക്ക് എ ലെറ്റർ. ഓ ഗോഡ്, അവിടെ വരെയൊക്കെ എത്തിയോ? രംഭ, ഇത് പ്രശ്നമാണ്. എന്ത് പ്രശ്നം? അല്ല, ചിലരുടെ ഒരു ഫാഷനാ നാടൻ പെണ്ണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നത്. അവളാണെങ്കിൽ ഇപ്പൊ ഒരു ഹീറോയിൻ അല്ലേ? ഞാൻ വില്ലത്തി അല്ലേ? അത് ഷട്ട് അപ്പ്. ഋഷി നന്നായി യാത്ര ചെയ്യുന്ന ഒരാളാ. അതിനിടയിൽ സൗന്ദര്യമുള്ള പലതും കാണും. മലകൾ, കുന്നുകൾ, പൂവുകൾ, അതൊക്കെ ഋഷി ഇഷ്ടപ്പെടുന്നത് ഞാൻ സഹിക്കും. പക്ഷേ പെണ്ണായി പിറന്ന ഒരുത്തി ഋഷിയെ മോഹിച്ചാലോ ഋഷി അവളെ മോഹിച്ചാലോ ഐ ഹാവ് ഓൺലി വൺ ആൻസർ. ഫിനിഷ്. എടി രംഭ, വാ, ദേ നോക്ക്. മീറ്റിങ്ങുകൾ കൂടി വരുന്നത് നിനക്ക് ദോഷമാണല്ലോ മോളെ. സമാധാനായില്ലേ ഇപ്പോ? ഇനി തന്റെ ഇഷ്ടം പോലെ പഠിക്കുകയോ കബഡി കളിക്കുകയോ ചെയ്യാലോ. ഞാനൊരു കാര്യം പറയട്ടെ. താങ്ക്സ് ആണെങ്കിൽ വേണ്ട. നമ്മൾ തമ്മിൽ ഒരുപാട് പരിചയമൊന്നുമില്ല. നിങ്ങൾ ഈ നാട്ടിൽ സ്ഥിരം നിൽക്കുന്ന ആളും അല്ല. അപ്പൊ പിന്നെ എന്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ നോക്കിയിട്ട് എന്താ കാര്യം? എടോ, നിങ്ങളുടെ സിറ്റി ലൈഫ് എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. അവിടെ എല്ലാവർക്കും എന്തിനു സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇവിടെ അതില്ല. പുറത്തുനിന്ന് നോക്കുന്നവര് ബന്ധങ്ങളുടെ വേലിക്കെട്ടെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ബന്ധങ്ങള് താങ്ങും തണലുമാണ്. ഇവിടെ മോള് കരഞ്ഞ അമ്മ പട്ടിണി കിടക്കും. അമ്മയുടെ സങ്കടം കണ്ട മോൾക്ക് അസുഖം വരും. അങ്ങനെയൊക്കെയാ. എങ്ങനെയാ സന്തോഷം ഇല്ലാണ്ടിരിക്കുക? കുന്നോളം സങ്കടം ഉണ്ടായിരുന്നു. എന്റെ മോൾ എന്നോട് വാക്ക് പറഞ്ഞപ്പോ അതൊക്കെ തീർന്നു. ചെന്നിരുന്ന് കഴിക്കും. എനിക്കിപ്പോ വേണ്ടമ്മേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വാരിത്തരാം. ഞാൻ കഴിച്ചോളാം. വേണ്ട, ഞാൻ വാരിത്തരാം. എന്താടി, എന്താ കണ്ണു നിറഞ്ഞേ? ഒന്നുമില്ല, ഒന്നുമില്ലമ്മേ. ഞാൻ നോക്കിട്ട് വരാം. മോളെ ഇത്തിരി വെള്ളം താടി. ഇതാ എടുക്കാച്ചാ. കബനി,
എന്താ? ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഞാൻ ഈ രാത്രി തന്നെ വന്നത്. നമ്മൾ തമ്മിൽ ഇനി കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എടോ, തന്നെ എല്ലാരും കൂടെ ചതിക്കുകയാണ്. ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ? കബനി, ഞാൻ നോക്ക്, രാത്രിയാണ്, ഇത് നാട്ടുംപുറമാണ്. ഒരു വീട്ടിലേക്ക് ആരെങ്കിലും വന്നാ അപ്പുറത്തുള്ളവരൊക്കെ നോക്കും, ശ്രദ്ധിക്കും. എന്റെ കൺമുന്നിൽ കണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ വീടിന്റെ അകത്ത് കരയാൻ മാത്രം അറിയാവുന്ന ഒരു അമ്മയുണ്ട്. വീണു പോയിട്ട് ഞാൻ താങ്ങി നിർത്തിയത് അമ്മ പറയുന്ന അനുസരിക്കാന്നുള്ള വാക്കുകൊണ്ടാ. അമ്മയാണ് എന്റെ ലോകം. വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നവര് അവളെ കൊല്ലാന കരാറെടുത്തിരിക്കുന്നത്. എന്താ പറഞ്ഞത്? പറഞ്ഞു ജയിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത വിളിച്ചു പറയുക. എനിക്ക് കബനിയുടെ വിവാഹം മുടക്കിയിട്ട് നേട്ടമൊന്നുമില്ല. പക്ഷെ ആ വിവാഹം നടന്നാൽ നേട്ടങ്ങൾ ഉള്ളവരുണ്ട് നിങ്ങൾക്ക് ചുറ്റും. റിസോർട്ടിന് വേണ്ടി നിങ്ങളുടെ ഭൂമി ചോദിച്ചവർക്ക് മുമ്പിൽ ബ്രോക്കറോടൊപ്പം പയ്യന്റെ അച്ഛൻ പോകേണ്ട കാര്യം എന്താ? നിങ്ങൾ നൽകുന്ന സ്ത്രീധനത്തിന്റെ 10 ഇരട്ടി കൊടുക്കാമെന്ന് അവർ വാക്ക് പറയേണ്ട കാര്യം എന്താ? എല്ലാം നിയന്ത്രിക്കുന്നത് മേനക ആന്റിയാണ്. വിവാഹം നടന്നാൽ ആ നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് നഷ്ടപ്പെടും. അവരെനിക്ക് നന്നായി അറിയാം. പ്രൈമറി ക്ലാസ്സിൽ സ്വന്തം മോൾക്കൊരു തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് ഇപ്പോഴും സൂക്ഷിക്കുന്ന സ്ത്രീയാണവർ. കബനിയോട് ആന്റിക്കൊരു വാശിയുണ്ട്. ആന്റി അത് തീർത്തിരിക്കും. പറയുന്നത് സത്യമാണെങ്കിൽ കബനിയും രാധി ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. തീർച്ച. കബനി നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. സൂക്ഷിക്കണം. നന്ദിയുണ്ട് മോനെ. ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് എനിക്ക് മനസ്സിലായി. ദൈവം നിന്നെ കൊണ്ട് തോന്നിപ്പിച്ചത്. ഇനി ഞാൻ നോക്കിക്കോളാം. വിവാഹം നടക്കൂ. ദുരിതങ്ങൾക്ക് മറുവഴിയൂടെ കണ്ടുവച്ചിട്ട് ദൈവം മനുഷ്യരെ പരീക്ഷിക്കുക. ദൈവത്തിന്റെ തീരുമാനം നടക്കും. ഇതില് എന്റെ നമ്പറുണ്ട്. ഇവിടെ അരുതാത്ത എന്തെങ്കിലും നടന്നാൽ ഒന്ന് വിളിച്ചു പറയണം. മേനകാന്റിയെ കുറച്ചൊക്കെ തടയാൻ എനിക്ക് പറ്റും. നാളെ രാവിലെ ഞാൻ മടങ്ങുകയാണ്. കബനിയോടൊന്ന് പറഞ്ഞേക്ക്. ആ രാധികെ, നാളെയാണോ മോളുടെ നിശ്ചയം? അതെ. 2 ദിവസം മുമ്പ് സിറ്റി പഠിക്കാൻ പോകുന്നെന്നും പറഞ്ഞ് ഇവളുടെ ആഘോഷം കണ്ടതാ. എന്താ പറ്റിയത്? തുളസിയുടെ മോള് നഴ്സിംഗിന് ചേരണമെന്ന് പറഞ്ഞ് കുറെ ബഹളം ഉണ്ടാക്കിയതല്ലേ? എന്നിട്ടെന്താ വിടാതിരുന്നത്? അതവൾക്ക് നല്ലൊരു ആലോചന വന്നു. അതെ, അന്ന് തുളസിയേച്ചി മോളുടെ ഭാവി നോക്കി. ഇപ്പൊ എന്റെ അമ്മയെ നോക്കി. അതിനെന്താ? ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. വെറുതെ അങ്ങ് ചോദിക്കുക. അമ്മയ്ക്ക് കുറച്ച് വിഷമാവുന്നെങ്കിൽ ആയിക്കോട്ടെ, അതാ ഉദ്ദേശം. അതിനെന്താ, അമ്മയെ നീ രക്ഷപ്പെടുത്തിയല്ലോ. അമ്മയ്ക്കിപ്പോ നിന്റെ കാര്യത്തിൽ അത്ഭുത തോന്നുന്നേ. മനസ്സിലുള്ളത് മറച്ചു വെച്ച് ഇങ്ങനെയൊക്കെ നടക്കാൻ കഴിയുന്നുണ്ടല്ലോ നിനക്ക്. അമ്മ ആഗ്രഹങ്ങളൊക്കെ മോളെ, രാധികച്ചി